ഒരു കാലത്ത് റോഡരികിൽ നിന്ന് കൈ കാണിച്ച് ടാക്സി വിളിച്ചിരുന്ന കേരളമാണ് ഇന്ന് മൊബൈലിലൂടെ ഒരു ടാപ്പിലൂടെ ടാക്സി വിളിക്കുന്ന കേരളമായി മാറി. സാങ്കേതിക വിദ്യയുടെ വളർച്ച അത് വളരെ ഗുണകരമായി മാറി എന്ന് പറയണം. രാവിലെ ഓഫീസിലേക്കോ രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്കോ മഴയിലോ വെളിച്ചത്തിലോ നഗരങ്ങളിലെ മലയാളിയുടെ ദൈനംദിന യാത്രയുടെ ഭാഗമായി മാറിയിരിക്കുന്നു ഓൺലൈൻ ടാക്സികൾ. ഒരു ക്ലിക്ക്, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിലെത്തുന്ന വാഹനം. യാത്രക്കാരന് സൗകര്യം, ഡ്രൈവർക്ക് തൊഴിൽ. അങ്ങനെ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ സംവിധാനമാണ് ഈ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകൾ. നോക്കൂ, നമ്മുടെ എയർ ടാക്സിയും ഇതാ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വാഹനങ്ങൾ ബ്രേക്കിട്ട് നിർത്തിയിരിക്കുകയാണ്. യാത്രക്കാരൻ പറഞ്ഞതുകൊണ്ടല്ല കേട്ടോ, ഈ പറഞ്ഞതുപോലെ ഡ്രൈവർമാർ തീരുമാനിച്ചത് കൊണ്ടാണ്. ഈ സമരത്തിന്റെ ബ്രേക്കാണ്. നമ്മുടെ ഓൺലൈൻ ടാക്സി ഏതായാലും ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ടാക്സി സർവീസുകൾ പലരെയും വലച്ചിട്ടുണ്ടെന്നറിയാം. പ്രത്യേകിച്ച് ആശുപത്രി കേസുകൾ. ഞാൻ ഇന്നലെയും ആശുപത്രിയിൽ പോകാൻ ശ്രമിച്ചപ്പോൾ ഓൺലൈൻ ടാക്സി കിട്ടിയില്ല. പിന്നെ ഇരട്ടി തുക കൊടുത്ത് ഒരു ഓഫ്ലൈനായി ഒരു സാധാരണ ടാക്സി ഓടുന്ന ഒരു ടാക്സി വിളിക്കേണ്ടി വന്നു. ആ സർവീസുകൾ ഉപയോഗിക്കേണ്ട എന്നല്ല, പക്ഷേ കുറേയധികം പേരുടെ തൊഴിൽ മാർഗം കൂടിയാണ്. കേരളത്തിലേതായാലും ഓൺലൈൻ ടാക്സി സർവീസുകൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് കടക്കുന്നത്. ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി ഉൾപ്പെടെയുള്ള ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. 5000-ലധികം ഡ്രൈവർമാർ സമരത്തിന്റെ ഭാഗമാണെന്നാണ് സംഘടനകൾ പറയുന്നത്. എന്താണ് ഈ സമരത്തിന് കാരണം? ഡ്രൈവർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമരം ആർക്കെല്ലാം തിരിച്ചടിയാകും എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ആർക്കെതിരെയാണ് ഡ്രൈവർമാരുടെ ഈ സമരം എന്ന് പറഞ്ഞു തുടങ്ങും? ഒരു കാര്യവുമില്ലാതെ അവർ തൊഴിൽ മുടക്കി സമരം ചെയ്യില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഓൺലൈൻ ടാക്സി സംവിധാനം എന്ന് പറയുന്നത് ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി. അങ്ങനെയാണ് യാത്രക്കാരനെ കണ്ടെത്തുന്നതും നിരക്ക് നിശ്ചയിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, ബുക്കിംഗ് നിയന്ത്രിക്കുന്നതും ഈ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധവും ഇവയ്ക്കെതിരെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി സമരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് വന്നാൽ, നമ്മുടെ എയർ ടാക്സിക്ക് ചുറ്റും കുറങ്ങുന്ന ഈ ബബിളുകൾ നമുക്കൊന്ന് നോക്കാം. ഇവ വെറും നമ്പറുകളായി കാണരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോന്നും ഓരോ ആവശ്യങ്ങളാണ്. ഓരോ ആവശ്യത്തിനും പിന്നിൽ ഡ്രൈവർമാർ പറയുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട്. ഒന്നൊന്നായി നമുക്ക് പരിശോധിക്കാം. കമ്പനികളുടെ കമ്മീഷൻ കുറയ്ക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒന്നാമത്തെ ആവശ്യം ഇതാണ്, കമ്പനികളുടെ ഉയർന്ന കമ്മീഷൻ. അതായത് ഓരോ ടാക്സി സർവീസുകളും ഓരോ കമ്പനികളും വലിയ രീതിയിലുള്ള കമ്മീഷൻ പറ്റുന്നുണ്ട്. അതായത് യാത്രക്കാരൻ നൽകുന്ന തുകയിൽ നിന്ന് വലിയൊരു വിഹിതം ഈ കമ്പനികൾ കമ്മീഷനായി ഈടാക്കുന്നു എന്നതാണ് ഡ്രൈവർമാരുടെ ആരോപണം. യാത്രകൾ കൂടുന്നുണ്ടെങ്കിൽ പോലും വരുമാനം അതനുസരിച്ച് വർദ്ധിക്കുന്നില്ല എന്നതാണ് ഡ്രൈവർമാർ പറയുന്നത്. അതായത് വലിയൊരു തുക കമ്മീഷൻ ഇനത്തിൽ നൽകേണ്ടി വരുമ്പോൾ യാത്രക്കാർ നൽകുന്ന തുകയുടെ ഒരു വലിയ ശതമാനം ഈ കമ്പനികൾക്ക് നൽകേണ്ടി വരികയാണ്. അതുകൊണ്ട് ഈ കമ്പനികൾ കമ്മീഷൻ കുറയ്ക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കണം. നിലവിലെ നിരക്ക് പോരാ എന്നതാണ് രണ്ടാമത്തെ ആവശ്യം. ഇന്ധനവിലയും വാഹന പരിപാലന ചെലവും ഒപ്പം ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ചെലവുകളും ഇതെല്ലാം ഉയരുമ്പോൾ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചാൽ മാത്രമേ, അതനുസരിച്ചുള്ള വർധനയുണ്ടായാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതാണ് ഡ്രൈവർമാരുടെ ആവശ്യം. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കണം എന്നതാണ്. ഇനി ഡിസ്കൗണ്ട് മത്സരമുണ്ട് പല കമ്പനികൾ തമ്മിൽ. മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഡിസ്കൗണ്ട് മത്സരത്തിന് ഒരു അറുതി വരുത്തണം, ഒരു വിരാമം വേണമെന്നതാണ്. അതായത് യാത്രക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി കമ്പനികൾ പ്രഖ്യാപിക്കുന്ന ഓഫറുകളുടെയും വിലക്കുറവിൻ്റെയും ഒക്കെ ഭാരം ഒടുവിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഈ ഡ്രൈവർമാർക്കാണ്. അതുകൊണ്ട് അതായത് കമ്മീഷനും കഴിഞ്ഞ് ഡിസ്കൗണ്ടും കഴിഞ്ഞ് ഒരു ചെറിയ തുക മാത്രമേ ലഭിക്കൂ എന്നതാണ് ഡ്രൈവർമാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് വളരെ ഏറെക്കാലമായുള്ള ആവശ്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, യാത്രക്കാർക്കും ഗുണകരമാകുന്ന ഒരു കാര്യമാണ്, ഏകീകൃതമായ ഒരു നിരക്ക് വേണമെന്നതാണ്. അത് നാലാമത്തെ ആവശ്യമാണ്. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഏകീകൃത നിരക്ക് വേണമെന്നതാണ്. ഒരു ആപ്പിൽ ഒരു നിരക്കും മറ്റൊരു ആപ്പിൽ മറ്റൊരു നിരക്കും എന്ന രീതിക്ക് പകരം എല്ലാവർക്കും ബാധകമായ രീതിയിൽ സുതാര്യമായ ഒരു നിരക്ക് സംവിധാനം വേണം എന്നതാണ് ഡ്രൈവർമാരുടെ മറ്റൊരാവശ്യം. മറ്റൊന്ന്, ബൈക്ക് ടാക്സി നിരോധിക്കണം എന്നതാണ്. അഞ്ചാമത്തെ ആവശ്യം അതാണ്, ബൈക്ക് ടാക്സി നിരോധിക്കണം എന്നത്. ബൈക്ക് ടാക്സി സർവീസുകൾ വ്യാപകമാകുന്നതോടെ ടാക്സി, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ വരുമാനം കുറയുന്നു എന്നതാണ് ഈ സമരക്കാരുടെ വാദം. മറ്റൊന്ന്, തൊഴിൽ സുരക്ഷ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആറാമത്തെ ആവശ്യം തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്കും വ്യക്തമായ തൊഴിൽ സുരക്ഷയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കണമെന്നതാണ് ഡ്രൈവർമാർ, ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നത്. ഈ മറ്റൊന്ന്, ഏഴാമത്തെ ഒരു ആവശ്യം പറയുന്നത്, മുൻകൂട്ടി അറിയിക്കാതെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട് പല കമ്പനികൾക്കും. ഒരു പരാതി വന്നാൽ പോലും വിശദീകരണം തേടാതെയാണ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. അതായത് നമ്മളോട് പലപ്പോഴും റിവ്യൂ രേഖപ്പെടുത്താൻ പറയാറുണ്ട്, എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അറിയിക്കാൻ പറയാറുണ്ട്. മിക്കപ്പോഴും
യാത്രക്കാർ ഉന്നയിക്കുന്ന പരാതികളിൽ ഡ്രൈവർമാർ കുറ്റക്കാരാകണമെന്നില്ല, ആകാതിരിക്കാം. ഏതായാലും ഒരു വിശദീകരണം ചോദിക്കാൻ ഇത്തരത്തിൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്ന് അപ്പീൽ ചെയ്യാനുള്ള അവസരമാണ്. അത് 8ാമത്തെ ആവശ്യമാണ്. ബ്ലോക്ക് ചെയ്യുന്നതിന് മുൻപ് അപ്പീൽ ചെയ്യാൻ അവസരം നൽകണം. അതായത് സ്വന്തം ഭാഗം വിശദീകരിക്കാനും തീരുമാനത്തിനെതിരെ അപ്പീൽ പോകാനുമുള്ള നടപടിക്രമം വേണമെന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മറ്റൊന്ന് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കണമെന്നതാണ്. ഡ്രൈവർമാർക്ക് ക്ഷേമ പദ്ധതികൾ വേണമെന്നതാണ്. ഓൺലൈൻ ടാക്സി മേഖലയിലെ തൊഴിലാളികൾക്കും സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ഉറപ്പാക്കണം. മറ്റ് ടാക്സി സംഘടനകളെ പോലെ, അത്തരം സർവീസ് സംഘടനകളെ പോലെ എന്നതാണ് ഇവരുടെ ആവശ്യം. മറ്റൊന്ന് സർക്കാരിന്റെ ഇടപെടൽ വേണം. അത് ഏത് വിഷയത്തിലായാലും സർക്കാരിന്റെ ഒരു ഇടപെടൽ വേണ്ടത് തന്നെയാണ്. അതാണ് ഇവർ ഉയർത്തുന്ന 10ാമത്തെ ആവശ്യം. സർക്കാർ ഇടപെടൽ ശക്തമാക്കണം. നിരക്കുകളും നിബന്ധനകളും പ്ലാറ്റ്ഫോമുകൾ മാത്രം തീരുമാനിക്കുന്ന സാഹചര്യം, കമ്പനികൾ മാത്രം തീരുമാനിക്കുന്ന സാഹചര്യം മാറണം. ഈ മേഖലയിലേക്ക് സർക്കാരിന്റെ കൂടുതൽ ഇടപെടൽ വേണമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, ഈ ആവശ്യങ്ങളൊക്കെ വെറുതെ അങ്ങ് പറഞ്ഞ് ഒരു ചർച്ച നടത്തി വെറും വാക്കായി പോയാൽ പോരാ, അത് രേഖാമൂലം അംഗീകരിക്കണം. 11ാമത്തെയും അവസാനത്തെയും ആവശ്യം അതാണ്. ആദ്യം പറഞ്ഞ 10 ആവശ്യങ്ങളും രേഖാമൂലം അംഗീകരിക്കണം. ചർച്ചകൾ മാത്രം പോരാ, സർക്കാരിന്റെ ഇടപെടൽ വേണം. രേഖാമൂലം ഉറപ്പ് നൽകിയ ശേഷമേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നതാണ് ഈ സംഘടനകൾ പറയുന്നത്. അവസാനമായി സമരം ആരെയൊക്കെ ബാധിക്കുമെന്നതുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒന്ന്, ലോക്കൽ യാത്രകൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പെട്ടെന്നുള്ള യാത്രകൾ. മറ്റൊന്ന് വിമാനത്താവള യാത്രയാണ്. വിമാനത്താവളത്തിലേക്കൊക്കെ കൂടുതലായി ഓൺലൈൻ ടാക്സികൾ, ഊബർ ടാക്സികളാണ് ഉപയോഗിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്കും, അതായത് ദീർഘദൂര യാത്ര മറ്റ് വിമാനത്തിലോ ട്രെയിനിലോ ഒക്കെ പോകുന്നവർ ഓൺലൈൻ ടാക്സികളാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. മറ്റൊന്ന് IT ജീവനക്കാരാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ദിവസേന യാത്ര ചെയ്യുന്നവർക്ക് പല ഓഫറുകളും കിട്ടാറുണ്ട്. അപ്പോൾ IT ജീവനക്കാരൊക്കെ കൂടുതലായും ആശ്രയിക്കാറുള്ളത് ഈ ഓൺലൈൻ ടാക്സി സർവീസുകളെയാണ്. ആശുപത്രി യാത്രകൾ, എത്രയും പെട്ടെന്ന് ഒരു ക്ലിക്കിൽ നമുക്ക് വാഹനം ലഭിക്കുന്നത് ആശുപത്രി യാത്രകളിൽ വളരെ ഗുണകരമാവാറുണ്ട്. എൻ്റെ കൂടി അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ആശുപത്രി യാത്രകൾ ഇത് ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന് വിനോദസഞ്ചാര മേഖലയാണ്. നമുക്കറിയാം, മറ്റിടങ്ങളിൽ നിന്ന് വന്നവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും ഓൺലൈൻ ടാക്സി സർവീസുകൾ ഗുണകരമാകാറുണ്ട്. ഏതായാലും ഈ സമരം ഡ്രൈവർമാരും കമ്പനികളും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, അതിന്റെ പ്രത്യാഘാതം നേരിട്ട് അനുഭവിക്കുന്നത് യാത്രക്കാരാണ്. ദിവസവും ഓൺലൈൻ ടാക്സികളെ ആശ്രയിച്ച് ഓഫീസിലേക്കും ആശുപത്രിയിലേക്കും വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ യാത്ര ചെയ്യുന്നവർക്കാണ് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ഓൺലൈൻ ടാക്സികളെ ആശ്രയിക്കുന്നവർക്കും ഇതിന്റെ പ്രത്യാഘാതം രൂക്ഷമായി അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യവും ന്യായമായ വരുമാനവുമാണ് ഡ്രൈവർമാരുടെ ആവശ്യം, മറുഭാഗത്ത് യാത്ര മുടങ്ങുമോ എന്ന ആശങ്കയുമുണ്ട്. ആവശ്യങ്ങൾ ഏതായാലും സർക്കാർ ഇടപെട്ട് രേഖാമൂലം അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ഡ്രൈവർമാരുടെ സംഘടനകൾ